നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തിനാണ് കുറേ ഫ്രൂട്ടുകൾ പറിച്ച് കളയേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനെ ഫ്രൂട്ട് തിന്നിങ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഒത്തിരിയേറെ ഫ്രൂട്ടുകൾ ഒരു കുലയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് പല കാരണങ്ങൾ കൊണ്ട് നമ്മളത് പറിച്ച് കളയേണ്ടതായിട്ട് വരും. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൂട്ടുകൾ പറിച്ച് കളയുന്നത് ഒത്തിരി വിഷമമുള്ള കാര്യമാണെങ്കിലും നമുക്ക് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു പരിപാടിയാണ് ഈ ഫ്രൂട്ട് തിന്നിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രൂട്ട് തിന്നിങ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രീക്ക് നല്ല പോലെ എയർ ഫ്ലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ഫ്രൂട്ടുകൾ നമ്മൾ നിലനിർത്തുന്ന ഫ്രൂട്ടുകളിൽ നല്ല എയർ ഫ്ലോ ഉണ്ടാകും. അത് നന്നായിട്ട് റൈപ്പാകുകയും വളരെ നല്ല സൈസിലും ക്വാളിറ്റിയിലുമുള്ള ഫ്രൂട്ടുകൾ ഉണ്ടാകുകയും ചെയ്യും. ഒരു കുലയിൽ 100 ഫ്രൂട്ടുകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ചെറുതായിരിക്കുകയും അത് ക്വാളിറ്റി വളരെ മോശമായിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വുഡാണെന്നുണ്ടെങ്കിൽ അതിന് ഇത്രയും ഫ്രൂട്ടുകൾ താങ്ങാനുള്ള ഒരു കഴിവില്ല. ഞാനിപ്പോൾ ഇത് ഒരു ഏഷ്യൻ പെയർ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിലാണ് ഇത്രയും ഫ്രൂട്ട് ഉണ്ടായിരുന്നത്. അത്രയും ഫ്രൂട്ടുകൾ നമ്മൾ വലുതായി കഴിഞ്ഞാൽ ആ ഗ്രാഫ്റ്റ് സൈറ്റ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറിച്ചു കളയുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതലായിട്ടും നമുക്കുണ്ടാകുന്ന ഫ്രൂട്ടുകളെ ഗ്രാഫ്റ്റ് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കമ്പുകളുടെ വെയിറ്റുകൾ കുറയ്ക്കുകയാണ്. കാരണം ഇതെല്ലാം പഴുത്ത് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിൻ്റെ ആ ഗ്രാഫ് സൈറ്റിൽ നിന്ന് അത് ഒടിഞ്ഞു പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മൾ ഫ്രൂട്ട് തിന്നിങ് ചെയ്യേണ്ടതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ചില ഫ്രൂട്ട് ട്രീകൾ ബൈനിയൽ ബെയറിംഗ് ആയിട്ടുള്ള ഫ്രൂട്ട് ട്രീകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കായ്ച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം കായ വളരെ കുറവായിരിക്കും. പ്ലം പോലുള്ള ട്രീകൾ ആ കാറ്റഗറിയിൽ പെട്ടതാണ്. അതായത് നമുക്ക് ഒരു വർഷം വളരെ നിറച്ച് കായായിരിക്കും, പക്ഷെ അടുത്ത വർഷം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ കുറച്ച് കായ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരിയേറെ ഫ്രൂട്ടുകൾ ഉണ്ടായി കഴിയുമ്പോഴത്തേനും നെക്സ്റ്റ് ഇയറിലേക്കുള്ള സ്പെയർ ഗ്രോത്ത് കുറയും. സ്പെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ മുട്ടകൾ ഉണ്ടാകാനുള്ള വളർച്ചയ്ക്കാണ് സ്പേഴ്സ് എന്ന് പറയുന്നത്. ആ സ്പെയർ ഗ്രോത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ഫ്രൂട്ടുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ ഫ്രൂട്ട് തിന്നിങ് നടത്തി ഫ്രൂട്ടുകളുടെ നമ്പർ വളരെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഫ്രൂട്ടുകൾ ഉണ്ടാവും. അടുത്ത വർഷവും അതുപോലെ തന്നെ ഒരു നല്ല സ്റ്റഡി ആയിട്ടുള്ള നമുക്ക് ഫ്രൂട്ടുകൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഫ്രൂട്ട് ട്രീ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ആദ്യത്തെ 3 വർഷത്തേന് അതിൽ ഫ്രൂട്ടുകൾ ഉണ്ടാകാൻ അനുവദിക്കാതിരിക്കുകയാണ് ബെസ്റ്റ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടൊരു ട്രീ വെച്ചു, അതിൽ 1-2 കായകളുണ്ടായി അല്ലെങ്കിൽ കുറച്ച് കായകളുണ്ടായി നമുക്ക് എത്രയും പെട്ടെന്ന് കായ്ക്കാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ നമ്മൾ ആദ്യത്തെ ഒരു 2 to 3 ഇയേഴ്സിൽ നമ്മൾ അതിൽ ഫ്രൂട്ടുകൾ ഉണ്ടാകാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ആ ട്രീയുടെ എനർജി മുഴുവൻ ആ ഫ്രൂട്ട് റൈപ്പാകാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു റൂട്ട് ഗ്രോത്തോ അതിൻ്റെ വേരുകൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വരികയോ ചെടി ശക്തമായിട്ട് വളരുകയോ ചെയ്യുകയില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞ ശേഷമായിരിക്കണം നമ്മളതിൽ ഫ്രൂട്ട് ഉണ്ടാകാൻ വേണ്ടി അനുവദിക്കുക. നമ്മുടെ ആഗ്രഹത്തിന് 1-2 ഫ്രൂട്ടുകൾ നിർത്തിയിട്ട് ബാക്കി എല്ലാ ഫ്രൂട്ടുകളും ഇതുപോലെ തിൻ ചെയ്ത് കളയുന്നതാണ് ഒരു ഫസ്റ്റ് 2 to 3 ഇയേഴ്സ് ഉള്ള പ്രായമുള്ള ഒരു ഫ്രൂട്ട് ട്രീയോട് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ തുടക്കത്തിൽ തന്നെ എല്ലാ ട്രീയിലും നിറച്ച് ഫ്രൂട്ടുകൾ വേണം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ട്രീ അത് അധികം നാൾ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൂട്ട് ട്രീകൾ തിന്ന് ചെയ്യുമ്പോഴത്തേനും ഈ നല്ല ഒരു എയർ ഫ്ലോ ഈ ചെടിയിലേക്ക് വരികയും അപ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. പിന്നെ ഫ്രൂട്ടുകൾ നമ്മൾ മുട്ടി നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം അതിൻ്റെ ഇടയിലേക്ക് ഒത്തിരിയേറെ പ്രാണികൾ കയറുകയും മുട്ടയിടുകയും അപ്പോൾ നമുക്ക് അതിനകത്ത് ബ്ലാക്ക് സ്പോട്ട്സ് പോലുള്ള കുറച്ച് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഫംഗൽ ബാധയും നമ്മൾ ഫ്രൂട്ടുകൾ ഒത്തിരി ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് തിന്നിങ് ചെയ്യുമ്പോൾ ഒരു യഥാർത്ഥ സൈസ് എന്ന് പറയുന്നത് നമ്മളൊരു മാർബിൾ സൈസ് എന്നാണ് പറയുന്നത്. മാർബിൾ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വട്ട് അല്ലെങ്കിൽ ഗോലി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഷേപ്പിലാകുമ്പോൾ ആണ് നമുക്ക് ഈ ഫ്രൂട്ട് തിന്നിങ് ചെയ്യാനുള്ള കറക്റ്റ് സമയം എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു ഈ ഒരു സൈസ് ആകുമ്പോൾ നമുക്ക് അത് തിന്നുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് തിന്നിങ് ചെയ്തിട്ട് ആ ഫ്രൂട്ടുകൾ നമുക്ക് ചെടിയുടെ ചുവട്ടത്തിന് ഇടാവുന്നതാണ്. അത് നമുക്ക് അതൊരു ഫെർട്ടിലൈസറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് വീട്ടിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഫ്രൂട്ടുകൾ പറിച്ച് കളയുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ അങ്ങ് ഇറക്കി വിടുക, അവർ പറിച്ച് കളഞ്ഞോളും. ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിൽ കൂടി നമ്മൾ ഫ്രൂട്ട് തിന്നിങ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ.